നമ്മളുടെ സമൂഹത്തിൽ എല്ലാ വ്യക്തികളും വിജയിക്കുന്നില്ല. വളരെ കുറച്ചുപേര് മാത്രമാണ് അവരേർപ്പെടുന്ന മേഖലകളിൽ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം നമ്മളുടെ ജീവിതത്തിൽ ആർജിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്, ഒരു ബിലീഫ് സിസ്റ്റമുണ്ട്. ശരിയായിട്ടുള്ള ആ വിശ്വാസ പ്രമാണങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ആയിരിക്കും. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടു, തീർച്ചയായിട്ടും പുതിയൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയം ഉണ്ടാകും. നിങ്ങൾ ഒരു പ്രണയത്തിൽ അകപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. ഒരു പുരുഷനാൽ വഞ്ചിക്കപ്പെട്ട സ്ത്രീ പൊതുവെ പുരുഷവിരോധിയായിട്ട് മാറുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്ത്രീയാൽ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന പുരുഷന്മാരെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ വഞ്ചിച്ച സ്ത്രീയോ പുരുഷനോ മുഴുവൻ സ്ത്രീകളുടെയും പ്രതിനിധിയോ മുഴുവൻ പുരുഷന്മാരുടെ പ്രതിനിധിയോ അല്ല. ആ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ് നമുക്കവിടെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത്. പക്ഷെ അത് നാം മനസ്സിലാക്കില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ ബൈക്കും കാറും സ്കൂട്ടറും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രാവശ്യം അത് പരിശീലിക്കുമ്പോൾ വീണു എന്നുള്ള കാരണം കൊണ്ട് എനിക്കിനി ഡ്രൈവിംഗ് പറ്റില്ല എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് പരിശീലിക്കാത്ത ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നൂറ് ഉദാഹരണം നമുക്ക് ആ ഒരു കാര്യത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ജീവിതത്തിലുണ്ടായ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളിലേക്ക് മാറിയ ആളുകൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കുന്ന വ്യക്തികളും ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ്, ഗൾഫിൽ നിങ്ങൾ നന്നായിട്ട് ബിസിനസ് ചെയ്ത വ്യക്തിയാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ നാട്ടിൽ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലെ അതേ ബിസിനസ് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്തായിരിക്കും നിങ്ങളുടെ ധാരണ? ഞാൻ ദുബായിൽ നന്നായിട്ട് ബിസിനസ് ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് നാട്ടിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും സാധിക്കില്ല. ദുബായ് അല്ല കേരളം, വ്യത്യാസമുണ്ട്. അവിടെ നിങ്ങൾ ഉപയോഗിച്ച സ്ട്രാറ്റജിയും സ്കില്ലും അല്ല ഇവിടെ നിങ്ങൾക്ക് ബിസിനസ്സിന് ആവശ്യം. വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം പേരും അത് മനസ്സിലാക്കില്ല. നിങ്ങൾ ഒരു ഷോപ്പ് നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അതേ ഷോപ്പ് തന്നെ, അതേ ബിസിനസ് തന്നെ 2, 3, 4 ഷോപ്പുകളായി വിപുലീകരിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ ധാരണ എന്താണ്? വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ എൻ്റെ ഒരു ബിസിനസ് ഞാൻ വിജയമാക്കിയ വ്യക്തിയാണ്, അതുകൊണ്ട് 4 ഷോപ്പല്ല 40 ഷോപ്പ് വേണമെങ്കിൽ എനിക്ക് നടത്താൻ വേണ്ടി സാധിക്കും. ഒരിക്കലും സാധിക്കില്ല. കാരണം ആ ഒരു ഷോപ്പ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് നന്നായിട്ട് നടത്താൻ സാധിച്ചത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റിയത് കൊണ്ടാണ്. നിങ്ങൾ ഒന്നിലധികം ഷോപ്പുകളിലേക്ക് പോകുമ്പോൾ, ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സിലേക്കൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങളൊരു സിസ്റ്റമാണ് ബിൽഡ് ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിക്ക് പരിമിതിയുണ്ട് അത്രയും ബിസിനസ് നോക്കാൻ. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് ആ സ്കെയിലപ്പ് ചെയ്യാൻ എടുത്ത തീരുമാനം നിലവിലുള്ള ബിസിനസ്സിനെ കൂടി പൂട്ടിക്കെട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. ഇതേപോലെ തന്നെയാണ് സെയിൽസ് മേഖലയിൽ ഉള്ള വ്യക്തികൾ തന്നെ ഡയറക്ട് സെല്ലിംഗ് പോലുള്ള മേഖലകളിലേക്കൊക്കെ വന്നിട്ട് നേരിടുന്ന വെല്ലുവിളികൾ. ഇപ്പോൾ മെഡിക്കൽ റെപ്പായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തൊരു വ്യക്തി, അദ്ദേഹം ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രതിനിധിയായിട്ടോ വർക്ക് ചെയ്യുകയാണെന്ന് ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ മനസ്സിലെ ധാരണ, ഏത് ചാത്തൻ മരുന്നും ഏത് വിദഗ്ധരായ ഡോക്ടറെ കൊണ്ടും എഴുതിപ്പിച്ച വ്യക്തിയാണ് ഞാൻ, എനിക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും അദ്ദേഹം ആ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അദ്ദേഹം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആ മെഡിക്കൽ പ്രൊഫഷനിൽ ചെയ്തുകൊണ്ടിരുന്ന തന്ത്രങ്ങളല്ല ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ അദ്ദേഹം ഉപയോഗിക്കേണ്ടത്. അവിടെ അദ്ദേഹം പുതുതായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതാണ് ഭൂരിഭാഗം ആൾക്കാർക്ക്. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒരു പ്രാവശ്യം വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ആ വിജയത്തിൽ നിന്ന് വീണ്ടും വിജയത്തിലേക്ക് കുതിക്കാനും അല്ലെങ്കിൽ ആ വിജയം നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭൂരിഭാഗം പേർക്കും അത് സാധിക്കാത്ത കാര്യമാണ്. അതിന്റെ കാരണം ഇതാണ്, വിജയത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു അഹങ്കാരമുണ്ട്, ഒരു ആത്മവിശ്വാസം ഒരു ഹെഡ് വെയിറ്റ് ആയിട്ട് മാറും, ഈഗോ ആയിട്ട് മാറും. എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം നല്ലതാണ്, പക്ഷെ അത് അധികമായാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അത് നമുക്ക് തടസ്സമായിട്ട് മാറും. എപ്പോഴും ഒരു ഒഴിഞ്ഞ മനസ്സിന്റെ ആയിട്ടാണ് നാം മാറേണ്ടത്. നമുക്കറിയാം, ഒഴിഞ്ഞ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി സാധിക്കുമോ? ഒഴിച്ചാൽ എന്ത് ചെയ്യും? തുളുമ്പിപ്പോകും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വിജയിച്ച വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ പുതുതായിട്ട് ഓരോ മേഖലയിലേക്ക് നിങ്ങൾ കാല് വെക്കുമ്പോഴും പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഓരോ തവണയും നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനും പുതിയ സ്ട്രാറ്റജികൾ ഉപയോഗിക്കാനും തയ്യാറാകുക. അവ
എവിടുന്നൊക്കെ കിട്ടുമോ അവിടുന്നൊക്കെ അത് ആർജിച്ചെടുക്കാനുള്ള ഒരു തുറന്ന മനസ്സ്, അതായത് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിലെ വിജയത്തിന് നമുക്ക് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണം. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ നിലനിർത്തുക. എപ്പോഴും നമ്മളുടെ ആ പഴയ ബിലീഫ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ നിങ്ങൾ പുതുക്കുക. ആ തരത്തിലുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നാം കൈവെക്കുന്ന ഏത് മേഖലയിലും വളരെ ഈസി ആയിട്ട് നമുക്ക് വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.